ഇസ്രായേലും ഹിസ്ബുള്ള ഗ്രൂപ്പും രൂക്ഷമായിരിക്കുന്ന യുദ്ധമാണ് ഇപ്പോൾ നടത്തുന്നത്. 300-ലധികം റോക്കറ്റുകളാണ് ഇസ്രായേലിന്റെ വ്യത്യസ്ത മേഖലയിൽ പതിച്ചിരിക്കുന്നത്. അത് തെല്ലവീവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പറത്തിയതെന്നുള്ളതും പരമാവധി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് ഹിസ്ബുള്ള ഗ്രൂപ്പ് അവകാശപ്പെടുകയും ചെയ്തു. അതിന്റെ വിഷ്വൽസുകൾ തങ്ങളുടെ കയ്യിലുണ്ട്. അത് ഏതാനും ദിവസങ്ങൾക്കകം തങ്ങളത് പ്രസിദ്ധീകരണത്തിന് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇന്റലിജൻസ് കേന്ദ്രം പോലും ആക്രമിക്കപ്പെട്ടു, സൈനിക മേഖല ആക്രമിക്കപ്പെട്ടു, ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ട മേഖല ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള അക്രമമാണ് നടത്തിയത്. അതൊക്കെ തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു എന്ന് വെച്ചാൽ ഒക്ടോബർ 7-ാം തീയതി ഹമാസും ഇസ്രായേലും തുടങ്ങിയ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും രൂക്ഷമായിരിക്കുന്ന അക്രമ പരമ്പര തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ അടുത്ത ദിവസങ്ങളിലാണ് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പറയുന്നത്. അതിൽ റഷ്യൻ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങൾ, ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോമിനെ തകർക്കാൻ വേണ്ടി ചെറിയ തരത്തിലുള്ള റോക്കറ്റുകൾക്ക് ആദ്യം വിക്ഷേപിക്കുകയും അതിന്റെ ഇടയിൽ ശക്തമായിരിക്കുന്ന ഡ്രോണുകൾ പറത്തിക്കൊണ്ടാണ് അക്രമം നടത്തിയത് എന്നുള്ള തരത്തിലൊക്കെയുള്ള വിവരങ്ങളാണ് നമ്മൾക്ക് ലഭ്യമാകുന്നത്. പറയുന്ന കാര്യം 1982-ലാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് അവർ സംഘടനാപരമായ രീതിയിൽ രൂപീകരിക്കുന്നത്. ലെബനാനുമായിട്ടുള്ള വലിയ വിഷയങ്ങൾ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ പറഞ്ഞ കാര്യം ലെബനാന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ പിടിക്കപ്പെട്ട ഭൂപ്രദേശം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുള്ള വൈകാരികപരമായിരിക്കുന്ന നിലപാടാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് എടുത്തത്. അതുകൊണ്ട് പരമാവധി ജനങ്ങളൊക്കെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും അവരുടെ സൈനിക ക്യാമ്പിലേക്ക് വരികയും അവർക്ക് വലിയ പ്രാക്ടിക്കൽ നൽകുകയും അങ്ങനെ അത് യുദ്ധത്തിന്റെ രീതിയിലേക്ക് കലാശിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പ് നടത്തുകയും പല ഭാഗങ്ങളും പിടിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പരാജയപ്പെടുത്താൻ യുദ്ധം ചെയ്താൽ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസവും ഒരു ധൈര്യവും ഹിസ്ബുള്ള ഗ്രൂപ്പിന് ഉണ്ടായതും ആ ഉണ്ടായിരിക്കുന്ന ധൈര്യവും വിശ്വാസവും ഹമാസിനോട് ഇവർ പറയുന്നതും ഈ ഒരു ഘട്ടത്തിലാണ്. ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലുകളും യുദ്ധങ്ങളും ഇസ്രായേലിനെതിരെ തുടർന്നാൽ അവർക്ക് അതിജീവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അനുഭവത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. ആയതിനാൽ എന്ത് ചെയ്യണം, നിങ്ങൾ അവരുമായിട്ട് അക്രമം നടത്താൻ ഞങ്ങൾ പിന്തുണ നൽകും എന്ന് പറഞ്ഞ രീതിയിലുള്ള വിവരങ്ങളൊക്കെ പ്രാദേശികമായിട്ടൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി 100ഓളം ഫ്ലൈറ്റ് ജെറ്റുകൾ ഇസ്രായേൽ ലെബനാൻ അതിർത്തി പ്രദേശത്ത് പ്രവേശിക്കുകയും ബോംബിടുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളും ഇതിനോടനുബന്ധിച്ച് പുറത്തു വരുന്നു. 100 സൈനിക ജെറ്റുകൾ ഒരേ ടൈമിൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്കൊക്കെ കയറുക എന്ന് പറയുന്നത് ഒരു പക്ഷേ 2ാം ലോക യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് എന്നും റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന ഒരു ആക്രമണമായിരിക്കും അല്ലെ മുന്നേറ്റമായിരിക്കും ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നതിനാലായിരിക്കും ഈ പ്രത്യാക്രമണം എന്ന് പറയുന്നു. താൽക്കാലികപരമായി ഈ അക്രമങ്ങൾ തങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് ഇസ്രായേലിന്റെ വിഭാഗങ്ങൾ പറഞ്ഞതായും അതല്ല ഹിസ്ബുള്ള ഗ്രൂപ്പാണ് പറഞ്ഞതായെന്നുള്ള രണ്ടഭിപ്രായം പുറത്തു വരുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈജിപ്തിൽ ഇന്നും മധ്യശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആ ശ്രമം വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധവിരാമത്തിനുള്ള സാധ്യതയും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് ഒക്ടോബർ 7-ാം തീയതിയോട് തന്നെ വ്യത്യസ്തമായിരിക്കുന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നടത്തിയതാണ്. യുദ്ധവിരാമത്തെക്കുറിച്ചും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ നടത്തിയിട്ടുണ്ട്. എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ശക്തമായിരിക്കുന്ന അക്രമം ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്ത് നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിശക്തമായിരിക്കുന്ന ആയുധങ്ങളുടെ കലവറകൾ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ റഷ്യയുമായിട്ട് ഇറാൻ ഒരു കരാർ ഉണ്ടാക്കുകയും റഷ്യയിൽ നിന്ന് ഇറാനിലേക്ക് പല ആയുധങ്ങളും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതും അവർ എയർപോർട്ട് തന്നെ റഷ്യയുടെ വിമാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നൊക്കെ ഈ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ ഈ ഹമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് പറഞ്ഞതാണ്. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് എന്നുള്ള കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആയുധങ്ങളുടെ ശേഖരം ഇറാൻ ഉണ്ടാക്കി കൊടുക്കുന്നു, ഇറാൻ അത് ശേഖരിച്ചു വെക്കുന്നു എന്ന തരത്തിലാണ്. റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് തന്നെ ഇറാന്റെ ആയുധ ഫാക്ടറികൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ റഷ്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി ഇറാന് അനുമതി നൽകുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കുകയും അവരുടെ ആയുധ ഫാക്ടറികൾ യഥാർത്ഥത്തിൽ അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ പരമാവധി ആയുധങ്ങളെല്ലാം ഇറാനാണ് നൽകി അവരെ സഹായിച്ചത് എന്ന് ഉക്രൈന്റെ പ്രസിഡന്റ് സെലൻസ്കി തന്നെ പല ഘട്ടങ്ങളിലും അമേരിക്കയോട് പരാതി പറഞ്ഞ കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതിന്റെ നിർമ്മിത പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ഇറാന്റെ അകത്തും റഷ്യയുടെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയും ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് സംഭരിച്ചുകൊണ്ട്
ഇറാൻ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്നാൽ അത് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാൻ ഇതുവരെ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ ശക്തമായിരിക്കുന്ന അക്രമത്തിന്റെ പരമ്പര ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. അവരുപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അതിശക്തമുള്ളതും അതിമാരകമായി മുറിവേൽക്കുന്നതുമാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇസ്രായേലിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും കൃത്യമായ രീതിയിൽ ഇപ്പോഴും വിവരമായിട്ട് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ വിവരവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതിന്റെ ഒരു അവസാന കാര്യം എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഇതിനെക്കുറിച്ചുള്ള വിവരിക്കുന്നത് തങ്ങളുടെ കൈവശത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട 967 കാലഘട്ടത്തിൽ ഇസ്രായേൽ അറബ് മേഖലയുമായിട്ട് യുദ്ധം ചെയ്ത സമയത്ത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് പിടിച്ചെടുക്കപ്പെട്ട അത്രയും പ്രദേശങ്ങൾ തങ്ങൾക്ക് വിട്ടു നൽകുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന കാര്യം. രണ്ടാമത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പൂർണ്ണത ഉണ്ടാക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ എന്താണോ ഹമാസ് പറയുന്നത്, ഹമാസ് പറയുന്ന കാര്യങ്ങൾ ഇസ്രായേൽ സൈന്യം കേൾക്കണം, അംഗീകരിക്കണം എന്നുള്ളതാണ്. ഗസയിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം, അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അവകാശം പറയാൻ പാടില്ല. ഇപ്പോൾ ഫിലാഡൽഫിയയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇപ്പോൾ അവകാശം പറയുന്നുണ്ട് ഇസ്രായേൽ, അത് പാടില്ല. അത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്, അല്ലെങ്കിൽ ഹമാസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഗസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പ്രവേശന കവാടവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് അവിടെ എന്ത് കാര്യം എന്നുള്ളതാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ചോദിക്കുന്നത്. അങ്ങനെയൊക്കെ വലിയ രീതിയിലുള്ള വിഷയങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്നതിനാൽ തന്നെ ഒരു മധ്യസ്ഥ രീതിയിലൊക്കെ ഇത് അവസാനിക്കുക എന്ന കാര്യത്തിൽ വലിയ പ്രയാസമാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസപരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അവരുടെ സൈനിക മേധാവികൾക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും സർക്കാരിലെ മന്ത്രിമാർക്കൊക്കെ വലിയ സുരക്ഷാ കവചം ഒരുക്കിയിരിക്കുകയാണ്. ഒറ്റ തിരിഞ്ഞോ അല്ലാത്ത രീതിയിലോ ആക്രമിക്കോ എന്നൊരു ഭയപ്പാടുണ്ട്. ഇസ്രായേലിന്റെ പരമാവധി മേഖലയുടെ രഹസ്യങ്ങളെല്ലാം വ്യത്യസ്ത കാലഘട്ടങ്ങളിലൊക്കെ ഇറാനും ഹിസ്ബുള്ള ഗ്രൂപ്പും ചോർത്തിയെടുത്തിരിക്കുന്നു. ഡ്രോൺ ഉപയോഗിച്ചും പല രീതിയിലും ചോർത്തിയിരിക്കുന്നു എന്ന് അവർ തന്നെ ഇതിനു മുൻപ് പറയപ്പെട്ടതാണ്. അതിന്റെ കാര്യം അവർ പറയുന്നത് ഇസ്രായേൽ എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതും ആ ശക്തിയെ എങ്ങനെയാണ് തകർക്കേണ്ടതെന്നും കൃത്യമായി ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അയൺ ഡോം തങ്ങൾ തകർക്കുന്നത് തുടർച്ചയായ രീതിയിലുള്ള റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടാണ്. അതും കനം കുറഞ്ഞതും പണം കുറഞ്ഞതുമായിരിക്കുന്ന റോക്കറ്റുകൾ ഇങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടേയിരിക്കും. അത് എത്ര ശക്തിയുള്ളതാണെങ്കിലും ശക്തി കുറവുള്ളതാണെങ്കിലും അയൺ ഡോം അതിന് തകർത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പരമാവധി സാമ്പത്തികം കുറഞ്ഞുള്ള ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ശക്തമായിരിക്കുന്ന അക്രമം അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അയൺ ഡോം പ്രതിരോധിക്കാൻ സാധിക്കാതെ ക്ഷീണിക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും. ആ സമയത്താണ് തങ്ങൾ ആക്രമിക്കുക. ഇതൊക്കെ തങ്ങൾ കൃത്യമായ രീതിയിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഏത് തരത്തിലാണ് മുന്നേറേണ്ടതെന്ന് കൃത്യമായ രീതിയിൽ അറിയാം. ആ തരത്തിലുള്ള യുദ്ധവും അക്രമവുമാണ് ഇപ്പൊ രണ്ടു ഭാഗവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അഭയാർത്ഥികളുടെ എണ്ണം കൂടി വരുന്നു. ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇസ്രായേലിലെ ഈ ജൂത വിഭാഗങ്ങൾ അവിടുന്ന് ഒഴിഞ്ഞു പോവുകയാണ്. അവരുടെ സുരക്ഷിത മേഖല തേടിക്കൊണ്ട് പോകുന്നു. അത് ടെന്റുകളിലാണെങ്കിലും മറ്റുള്ള ഈ ഗവൺമെന്റ് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട മേഖലയിലാണെങ്കിൽ അങ്ങോട്ടൊക്കെ പ്രവേശിക്കുകയാണ്. എന്നാൽ അവിടുത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ്വ മേഖലയും സുരക്ഷിതമാണ് എന്നൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു. എല്ലാ മേഖലയ്ക്ക് നേരം അക്രമം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സൈറൻ മുഴങ്ങാത്ത നിമിഷങ്ങളും സമയങ്ങളും ഈ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൽ ഇല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അത്രക്ക് രൂക്ഷമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്ന യുദ്ധം എന്നുള്ള തരത്തിലാണ്. നിലക്കാത്ത രീതിയിലുള്ള അക്രമ പരമ്പരകൾ തന്നെ വ്യത്യസ്ത സമയങ്ങളിലെല്ലാം ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളതും ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വേണ്ട രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന തരത്തിലുമാണ് ചില മീഡിയകളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുക എന്നുള്ളത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. മുന്നേറുക എന്നുള്ളതും അവരുടെ ലക്ഷ്യം നേടുക എന്നുള്ളതും സാധിക്കാത്ത കാര്യമാണ്. പാലസ്തീന്റെ സ്വാതന്ത്ര്യത്തിലല്ലാതെ ഇത് അവസാനിക്കില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിനിടയിൽ തന്നെ ഇസ്രായേൽ ജയിക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നാണ് അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അവർക്ക് വിജയിക്കാനുള്ള ഒരുപാട് മേഖലകൾ ഉണ്ടായിരുന്നിട്ടും അവർക്ക് സാധിക്കാതെ പോകുന്നത് പ്രതിരോധം കൊണ്ട് തകർക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഹമാസ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പ് മാത്രമല്ല, അതെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്നുള്ള ബോധ്യവും ഇസ്രായേൽ സൈനികർക്ക് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് യുദ്ധമുഖത്ത് വലിയ രീതിയിലുള്ള നിരാശയും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാവുന്നു.
ശത്രുവിനെ കൃത്യമായി കണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആക്രമിക്കാൻ ഇപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല. കാരണം അവിടെ നടക്കുന്നത് ഒളിപ്പോർ യുദ്ധമാണ്. ശത്രുവിനെ കൃത്യമായി കാണാൻ വേണ്ടി സാധിക്കാത്ത രീതിയിൽ ആക്രമിക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ഹമാസ് പിന്തുടരുന്നത് എന്നതിനാൽ അതിജീവിക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ പരമാവധി മേഖലയിൽ നിന്നൊക്കെ ഗസയുടെ പാലസ്തീന്റെ വ്യത്യസ്ത മേഖലയിൽ നിന്നൊക്കെ സൈനികരെ പിൻവലിച്ചുകൊണ്ട് ലെബനാന്റെ അതിർത്തിയിൽ വിന്യസിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ തുടരുന്നുണ്ട് എന്നുകൂടി നമ്മൾക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയാണ്.